ഈ മെയ് മാസത്തിലെ ആദ്യ ദിവസം തന്നെ തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളം സിനിമയാണല്ലോ മലയാളി ഫ്രം ഇന്ത്യ. ഒരു സോഷ്യോ പൊളിറ്റിക്കൽ ഫീൽ ഗുഡ് കോമഡി എന്റർടൈനർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമ ആ ചിത്രത്തിന്റെ ആദ്യ വീക്കെൻഡിലെ ഏറ്റവും അവസാനത്തെ പ്രധാനപ്പെട്ട ദിവസമായ ഞായറാഴ്ചയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. ഡിജോയുടെ സംവിധാനത്തിൽ നിവിൻ പോളി, ധ്യാൻ ശ്രീനിവാസൻ തുടങ്ങിയവർ അഭിനയിച്ച, ഒപ്പം തന്നെ ലിസ്റ്റിൻ സ്റ്റീഫന്റെ മാജിക് ഫ്രെയിംസ് നിർമ്മിച്ച സിനിമ ഇപ്പോഴത്തെ ആദ്യ ഞായറാഴ്ച ദിവസം കളക്ഷൻ വർധന തിയേറ്ററുകളിലെ കേരള ബോക്സ് ഓഫീസിൽ നേടിയെടുത്തിരിക്കുകയാണ്. ഇന്നലെ ശനിയാഴ്ച പോലും 1 കോടി രൂപ പോലും കേരളത്തിൽ ഉണ്ടാകാതെ പോയ സിനിമയ്ക്ക് ഇന്നലെ ഇതേ സമയം 38 ലക്ഷത്തിന് മുകളിലായിരുന്നു കേരള ട്രാക്കിംഗ് എങ്കിൽ ഇന്നത് 59 ലക്ഷത്തിന് മുകളിലാണ്. അപ്പോൾ ഇന്ന് സിനിമയ്ക്ക് 1,20,00,000 എല്ലാം തന്നെ കേരള ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കാവുന്നതാണ്. അങ്ങനെ ഇന്നത്തോടെ സിനിമയുടെ കേരള ഗ്രോസ് ഏകദേശം 7 കോടിക്കടുത്തേക്ക് എത്തപ്പെടുന്നതാണ്. മിക്സഡ് അഭിപ്രായങ്ങൾ ലഭ്യമായ സിനിമ അങ്ങനെ കേരള ബോക്സ് ഓഫീസിൽ ഒരു ഡീസന്റ് കളക്ഷൻ ആദ്യ 5 ദിവസങ്ങൾ കൊണ്ട് നേടിയെടുക്കുകയാണ് എന്ന് നിസ്സംശയം പറയാം. ഇനി സിനിമയുടെ വേൾഡ് വൈഡ് എസ്റ്റിമേറ്റ് കണക്കുകളിലേക്ക് വരികയാണെങ്കിൽ ഇന്നത്തോടെ 13 കോടി രൂപയ്ക്ക് മുകളിൽ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ കടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നാളെ തിങ്കളാഴ്ച ദിവസം വൈകിട്ടോടെ സിനിമയുടെ അടുത്ത കൃത്യമായ വേൾഡ് വൈഡ് കളക്ഷൻ അപ്ഡേറ്റ് ആക്കപ്പെടും. 13-15 കോടി റേഞ്ചിലാണ് ആദ്യ വീക്കെൻഡ് കളക്ഷനായിട്ട്, അതായത് ആദ്യ 5 ദിവസത്തെ സിനിമയുടെ കളക്ഷനായിട്ട് നാം പ്രതീക്ഷിക്കുന്നത്. 30 കോടിയോളം ബഡ്ജറ്റിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമ ഇനിയും തിയേറ്ററുകളിലെ വമ്പൻ കളക്ഷൻ നേടിയെടുക്കേണ്ടതായിട്ടുണ്ട് തിയേറ്ററുകളിലെ വിജയിക്കാനായിട്ട്. അപ്പോൾ കാത്തിരിക്കാം സിനിമയുടെ ഫൈനൽ വരെയുള്ള ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ട്.